1 പത്രോസ് 3:9-10 വാക്യങ്ങൾ. 1 പത്രോസ് 3:9-10 വാക്യങ്ങൾ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അതായത് നമ്മുടെ വിളി എന്താണ്? അനുഗ്രഹം അനുഭവിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഈ വാക്യം പറയാത്ത കുഞ്ഞിന് ഞാൻ 50 പ്രാവശ്യം ഇമ്പോസിഷൻ കൊടുത്തു. ആ എഴുതിയ ആൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതുപോലെ ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. അത് പഠിക്കും വരെ എഴുതുക. അതായത് എന്നെ ദൈവം വിളിച്ചത് അനുഗ്രഹം അനുഭവിപ്പാനാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് വീടാണോ? അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പുതിയ വണ്ടിയാണോ? അനുഗ്രഹം എന്ന് പറയുന്നത് സമയത്ത് വിവാഹം നടക്കുന്നതാണോ? നമ്മൾ ഒരു 5-6 കാര്യമാണ് അനുഗ്രഹം എന്ന് വെച്ചിരിക്കുന്നത്. എന്നാൽ ദാരിദ്ര്യം അനുഗ്രഹത്തിന് വിപരീതമാണെന്ന് നമുക്കറിയാം, അല്ലേ? ദാരിദ്ര്യം അനുഗ്രഹമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ പണം കിട്ടിയത് കൊണ്ട് ദാരിദ്ര്യം മാറുമോ? ഒരിക്കലുമില്ല. പണമുള്ള എത്രയോ ദരിദ്രരെ എനിക്കറിയാം. അപ്പൊ ദാരിദ്ര്യം എന്നുള്ളത് ഒരു മനോഭാവമാണ്, നമ്മുടെ മനസ്സാണ്. ദാരിദ്ര്യ മനോഭാവം, പൂവർ മെന്റാലിറ്റി, ദാരിദ്ര്യ മനോഭാവം. അത് എത്ര രൂപയുണ്ടെങ്കിലും അത് മുഴുവനും ബാങ്കിലിട്ടിട്ട് ഗതികെട്ടതുപോലെ നടക്കാൻ പറ്റും. അതിന്റെ പേരാണ് എന്ത്? ദാരിദ്ര്യ മനോഭാവം. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്, ഞങ്ങൾ ഒന്നുമല്ല ഇല്ലാത്തവരെങ്കിലും എല്ലാമുള്ളവരെ പോലെ. അതൊരു സമ്പന്ന മനോഭാവമാണ്. അപ്പം ദാരിദ്ര്യം എന്നുള്ളത് പണം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. എത്രയോ പേർക്ക് നല്ല ഉടുപ്പ് മേടിക്കുന്നു പറഞ്ഞ് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അവർ ഇന്ന് വരെ ആ ഉടുപ്പ് മേടിച്ചിട്ടില്ല. ഞാൻ ഓർത്തു അടുത്ത ആഴ്ച നല്ല ഉടുപ്പിട്ടുകൊണ്ട് വരുമെന്ന്. ഇല്ല, അവർ ഇട്ടില്ല. എത്രയോ പേർക്ക് ഞാൻ ഉടുപ്പ് കൊടുത്തിട്ടുണ്ട്. അവരിൽ പലരും ആ ഉടുപ്പ് ഉപയോഗിച്ചില്ല. കാരണം അത് മനോഭാവമാണ്. അവസ്ഥയൊന്ന് മാറാൻ വേണ്ടി. അതായത് നമുക്കൊരിക്കലും പൈസ കൊടുത്തും എന്തെങ്കിലും വാങ്ങിക്കൊടുത്തും അവരുടെ മനോഭാവം മാറ്റാൻ പറ്റില്ല. മനോഭാവം അവരവർ മാറ്റണം. എത്ര പേര് അതിന് ആമേൻ പറയും? അപ്പൊ ഈ ദാരിദ്ര്യ മനോഭാവം മാറാനാണ് നാം ദൈവവചനം കേൾക്കുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്നത് കുറെ സമ്പന്നത നമുക്ക് വരികയല്ല, ആദ്യം നമ്മുടെ മനസ്സിന് പുതുക്കമുണ്ടാകും. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. 1 മുതൽ ഒന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 12. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കൊടുക്കുക. ദൈവത്തിന് ആരാധനയായി ഒരു യാഗമാക്കി നിങ്ങളെ കൊടുക്കുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. 2-ാമത്തെ വാക്യം, ഈ ലോകത്തെ പോലെ ജീവിക്കരുത്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിനെ നാം പുതുക്കണം. നമ്മുടെ മനസ്സിനെ ദൈവത്തിന് പുതുക്കാൻ കഴിയില്ല. കർത്താവേ എന്നെ നന്നാക്കണേ, ഇല്ല. ദൈവം പോലും വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണത്. ഇത് നമുക്ക് മാത്രമേ പറ്റൂ. ദൈവം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. കുഞ്ഞെ, നീ എൻ്റെ വഴിയിൽ നടന്നാൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരും. നീ ഇന്നതുപോലെ നിന്റെ മനസ്സിനെ മാറ്റിയാൽ ഞാൻ ഇന്നതുപോലെ നീ ആയിത്തീരും. അതങ്ങനെ മനസ്സ് പുതുക്കപ്പെടുക എന്നുള്ളത്
നമ്മൾ ചെയ്യേണ്ടതാണ്. വിശ്വസിക്കുക എന്നുള്ളത് ദൈവം ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല. നമ്മൾ വചനം കേട്ട് വിശ്വസിക്കണം. നാം വചനം കേട്ട് മനസ്സിന് മാറ്റം വരുത്തണം. അപ്പൊ നമ്മളതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒന്ന് മാനസാന്തരപ്പെടും, ഈ ചെറുക്കനൊന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ. അപ്പൊ നമ്മുടെ വിചാരം നന്നാവുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ പറയുന്നത്. മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കണം. ദാരിദ്ര്യം എന്നുള്ളത് നമ്മുടെ മനസ്സിലാണ്, ഭയം എന്നുള്ളത് നമ്മുടെ മനസ്സിലാണ്. ഭയത്തിന്റെ മനസ്സ് മാറ്റണം. ഇല്ല, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും. ഞാൻ ഭയപ്പെടുകയില്ല, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യർ നമ്മോട് എന്തു ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എബ്രായ ലേഖനം 13:6 കാണാം. ധൈര്യത്തോടെ പറയാം, ഞാൻ പേടിക്കില്ല. ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട എഫർട്ടുകളാണ്. ഞാൻ പേടിക്കില്ല, ഞാൻ എൻ്റെ മനസ്സിന് മാറ്റം വരുത്തും, ഞാൻ ഇനി ഗതികെട്ടതുപോലെ ജീവിക്കൂല. ഞാൻ ഇന്ന് മുതൽ എൻ്റെ ജീവിതം സമ്പന്നമാക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തെ ഞാൻ സമ്പന്നമാക്കും. അപ്പൊ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ എന്താണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും 800 കോടി ജനത്തിനും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. എന്നിട്ട് 800 കോടിയിൽ ഒരു 500 കോടി ദൈവമക്കളായോ? ഇല്ല. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? രാജാതി രാജാവിന്റെ മക്കൾ. അപ്പൊ രാജാതി രാജാവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ രാജകീയ പുരോഹിത വർഗം. ആര് പറയുകയാണ്? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ദരിദ്രനായ പത്രോസ് പറയാണ്, നമ്മൾ രാജാക്കന്മാരാണ്, നമ്മൾ പുരോഹിത വർഗമാണ്, ദൈവം നമ്മെ അങ്ങനെ വിളിച്ചിരിക്കുകയാണ്. മീൻപിടുത്തക്കാരന്റെ മനോഭാവം മാറിയില്ലേ? ശൗലിന്റെ മനോഭാവം എന്തായിരുന്നു? മുമ്പ് ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഞാൻ ഉപദ്രവിയായിരുന്നു, ഞാൻ ദൂഷകനായിരുന്നു. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം, അറിവില്ലാത്ത കാലത്ത് ഞാൻ ചെയ്തത് ദൈവം ക്ഷമിച്ചു. ക്ഷമിക്കുന്ന ദൈവം, എന്നെ പുതിയതാക്കാൻ എന്നെ തിരഞ്ഞെടുത്ത ദൈവം, ഇപ്പോൾ ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി മാറി. അതിന് അവൻ ഒരു എഫർട്ട് എടുത്തു, വില മുടക്കി. അപ്പൊ നമ്മൾ തീരുമാനിക്കാതെ നമുക്കൊന്നുമാകാൻ കഴിയില്ല. ചർച്ചിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, വരാതിരുന്നുകൊണ്ട് ഒട്ടും പ്രയോജനമില്ല. അപ്പൊ അതിലും ഭേദം ചർച്ചിൽ വരുന്നു. ചർച്ചിൽ വന്നതുകൊണ്ട് നമ്മൾ നന്നാകണമെന്നില്ല. എല്ലാ സഭായോഗത്തിൽ വന്നതുകൊണ്ടും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ടും നന്നാകണമെന്നില്ല. എന്നാൽ ഈ കേട്ട വചനം നമ്മൾ ഉപകാരമാക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. കേട്ട വചനം എന്ത് ചെയ്യണം? നമ്മുടേതാക്കി മാറ്റണം. ഇന്ന് മുതൽ ഈ വചനത്തെ ഞാൻ പിടിക്കുന്നു, ഈ വചനത്തെ, ഈ സത്യത്തെ ഞാൻ പിടിക്കുന്നു. ഞാൻ ഇനി ദരിദ്ര മനസ്സിൽ ജീവിക്കില്ല. ഞാൻ ഇന്ന് മുതൽ ഒരു സമ്പന്ന മനസ്സിന് ഉടമയായി മാറും. അപ്പൊ ദാരിദ്ര്യ മനോഭാവം നാം എന്ന് ഉപേക്ഷിക്കുമോ അന്ന് മുതൽ സമ്പന്നതയുടെ ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ഇരുട്ട് മാറുമ്പോൾ വെളിച്ചം വരുന്നു, ദാരിദ്ര്യം മാറുമ്പോൾ സമ്പന്നത വരുന്നു. മനസ്സ് പുതുക്കണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിലുള്ളവരെങ്ങനെയാണ്? എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ല, ആകെ കഷ്ടമാണ്. എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട. എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? കുഴപ്പമില്ല, നല്ലതാണെന്ന് പറയാൻ അറിയില്ല അവർക്ക്. ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിനെ പുതുക്കണം, പുതിയൊരു മനസ്സിന്റെ ഉടമസ്ഥനാകണം. അതുകൊണ്ടാണ് കർത്താവ് പ്രസംഗം തുടങ്ങിയപ്പോഴേ യേശു പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ, മനസ്സിന് മാറ്റം വരുത്തുവിൻ. യോഹന്നാനും പ്രസംഗിച്ചത്, സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ. എല്ലാ വൃക്ഷങ്ങളുടെ ചുവട്ടിലും കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയും.
എന്ന് കരുതി, കോടാലി ഉണ്ടെന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നല്ല ഫലം കായ്ച്ചാൽ പോരെ? കോടാലിയുണ്ട്. എല്ലാവരും കോടാലി നോക്കിയിരിക്കും. നീ എന്തിനാ കോടാലിയെ പേടിക്കണം? നല്ല ഫലം കായ്ക്കുന്നവർക്ക് കോടാലി ഒരു വിഷയമല്ല. ഫലം കായ്ക്കാത്തവർക്ക് കോടാലി ഫലം കായ്ക്കും. അത്രയേ ഉള്ളൂ. ഞാൻ നല്ല ഫലം കായ്ക്കുന്ന കാലത്തോളം ഈ കോടാലി അവിടെ ഇരുന്ന് തുരുമ്പെടുത്തു പോകുന്നതല്ലാതെ അത് പ്രയോജനപ്പെടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ന്യായവിധി വരില്ല. കാരണം എന്നെ ദൈവം വിളിച്ചത് നല്ല ഫലം കായ്ക്കാനാണ്. ഞാൻ നല്ല തോട്ടത്തിൽ നല്ല മുന്തിരിവള്ളിയാണ്. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ഞാൻ ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും എന്ന് ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണോ ഇത്? എങ്കിലൊരു ഹാലലിയ പറഞ്ഞേ. ഇത് ലളിതമല്ലേ? നമുക്ക് ഫലം കായ്ക്കാൻ കഴിയില്ലേ? ഞാനിവിടെ ഇടയ്ക്ക് പറയാറുണ്ട്, ബിൽ ഗേറ്റ്സ് പറഞ്ഞൊരു വാക്ക്, ഒരുവൻ ദരിദ്രനായി ജനിച്ചത് അവന്റെ കുഴപ്പമല്ല, എന്നാൽ ഒരുവൻ ദരിദ്രനായി മരിച്ചാൽ അത് അവന്റെ തന്നെ കുഴപ്പമാണ്. ബിൽ ഗേറ്റ്സ് ആരാണെന്ന് ഇനി ഞാൻ പറയണോ? എസ്രയുടെ പുസ്തകം ആണോ? അല്ല, അമേരിക്കയിലുള്ള ഒരു ധനവാനായ മനുഷ്യൻ. അപ്പോൾ അവരുടെ വാക്കുകൾക്ക് വിലയുണ്ട്. എന്താണ്? അവരൊരു വാക്ക് പറയാൻ ലോകം കാത്തിരിക്കുകയാണ്. എന്താണ് അവരുടെ വാക്കുകൾ? ഉയർന്ന മനുഷ്യർ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട്. അവരെങ്ങനെയാണ് ഉയർന്നത്? അതിനകത്ത് വിലയുണ്ട്. ഒരിക്കൽ ഈ ബിൽ ഗേറ്റ്സിന്റെ മോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോരുമ്പോൾ അവിടെ വന്ന വെയിറ്റർക്ക് $500 ടിപ്പ് കൊടുത്തെന്ന്. എത്ര പേര് ടിപ്പ് കൊടുക്കാറുണ്ട്? ഹോട്ടലിൽ ചെന്നിട്ട് ഒരു നന്ദിയെങ്കിലും പറഞ്ഞിട്ട് പോരുന്ന എത്ര പേരുണ്ട്? ഒരു 100 രൂപയോ 50 രൂപയോ കൊടുത്തേക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതേ ഗതികെട്ടവൻ വരുന്നുണ്ടെന്ന് അവർ പറയില്ല. നിങ്ങളുടെ അടുത്തോട്ട് ഓടി വരും. കഴിയുന്നത് വീട്ടിൽ തന്നെ കഴിക്കുക, ഇനി പോവുകയാണെങ്കിൽ. അപ്പോൾ ആ കടയിൽ തന്നെ ബിൽ ഗേറ്റ്സ് ചെന്നു, മോള് കഴിച്ച കടയിൽ. അപ്പോൾ അവിടുത്തെ ആ വെയിറ്റർ ഓർത്തു, മോൾ $500 തന്നെങ്കിൽ ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനല്ലേ, ഒരു $1000 തരുമായിരിക്കും. എന്നാൽ ഇദ്ദേഹം കഴിച്ചു കഴിഞ്ഞിട്ട് $50 കൊടുത്തോളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മോള് വന്നിട്ട് എനിക്ക് $500 തന്നു, നിങ്ങളെന്താ $50 തന്നു? അദ്ദേഹം പറഞ്ഞു, ബിൽ ഗേറ്റ്സ് പറഞ്ഞു, അവള് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മോളാണ്, ഞാനോ ഒരു പാവം മരം വെട്ടുകാരന്റെ മോനാണ്. കാരണം ബിൽ ഗേറ്റ്സിന്റെ അപ്പൻ മരം വെട്ടുകാരനായിരുന്നു. ആ ബിൽ ഗേറ്റ്സാ പറഞ്ഞത്, ഒരുവൻ ദരിദ്രനായി ജനിച്ചത് അവന്റെ കുഴപ്പമല്ല, എന്നാൽ ഒരുവൻ ദരിദ്രനായി മരിക്കാൻ പാടില്ല. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഒരിക്കലും ദാരിദ്ര്യത്തിൽ തീരരുത്. അതൊരു വാശിയായിരിക്കണം. എല്ലാ കാര്യത്തിലും, ആത്മീക ജീവിതത്തിലും ദാരിദ്ര്യം പാടില്ല. ആത്മീകത്തിൽ സമ്പന്നനായിരിക്കണം, ഭൗതികത്തിൽ സമ്പന്നനായിരിക്കണം. അതായത് 3 യോഹന്നാൻ 2 പറയുന്നത് വിശ്വസിക്കണം. എന്താണ്? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ ദൈവവചനത്തിനെതിരെ ആരെല്ലാം വിമർശിച്ചാലും ഞാനിതിവിടെ പറയും. കാരണം 15 രൂപയുടെ ബൈബിളുമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയവനാണ്. എനിക്കൊരു 100 രൂപ തരാൻ ഈ ലോകത്ത് ആരുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ എൻ്റെ അവസ്ഥയിൽ ഇന്ന് പോകുന്നവർ പലരുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് പറഞ്ഞു തരണം. നിങ്ങളുടെ തുടക്കം ഒന്നുമില്ലായ്മയായിരിക്കണം, എന്നാൽ ഒടുക്കവും അതുപോലെ ആകരുത്. ആരംഭം അല്പമായിരിക്കും, എന്നാൽ അന്ത്യം അതിമഹത്തായിരിക്കണം. യോബിന്റെ പുസ്തകം 8:7 ഒക്കെ കാണാതെ പഠിച്ചു വെക്കേണ്ട വാക്യങ്ങളാണ്. നിങ്ങൾക്ക് എപ്പോഴും ബൈബിളിൽ നിന്നുള്ള മറുപടികൾ നിങ്ങൾ പെട്ടെന്ന് പിടിക്കണം. അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, മഹാന്മാര് പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ. മഹാന്മാര് മൊത്തം പറഞ്ഞത് ബൈബിളിൽ നിന്നാണ്.
മഹാത്മാഗാന്ധി പറഞ്ഞതിന്റെ പകുതി മുക്കാലും ബൈബിളിൽ നിന്നാണ്. അപ്പോൾ നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും. അതെ, ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എന്നാൽ നിന്റെ അന്ത്യസ്ഥിതി, എല്ലാവരും ഒന്ന് പറയാം, അന്ത്യസ്ഥിതി. ചിലപ്പോൾ ഇന്നായിരിക്കും അന്ത്യം. മതി, കുഴപ്പമില്ല. ഇന്ന് ചാകണേന് മുമ്പ് ഒരു അതിമഹത്തായ, എൻ്റെ പാസ്റ്റർ ഇങ്ങനെ ചങ്കത്ത് കൊള്ളുന്ന കാര്യമൊന്നും പറയലില്ല. വാഗ്ദത്തമുള്ളവർ പേടിക്കണ്ട, ഇതെല്ലാം കേട്ടാലും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടോ? ആമേൻ. ശിമയോനോട് ദൈവം പറഞ്ഞു, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരണം കാണുകയില്ല. അപ്പോൾ വാഗ്ദത്തങ്ങളുള്ളവർ ഇതെല്ലാം കേട്ടാ പേടിക്കണ്ട, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളുടെ അന്ത്യസ്ഥിതി അതിശ്രേഷ്ഠമായിരിക്കും. ഒരാളോടുകൂടി ഒന്ന് പറയാമോ, നിങ്ങളുടെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. കാരണം ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനാണ്. എല്ലാവരും നെഞ്ചിൽ കൈവച്ച് പറ, എന്നെ കർത്താവ് വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനാണ്. അപ്പോൾ 28 ഈ ആവർത്തന പുസ്തകം 28-ന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ നിങ്ങൾ പറയണം. എൻ്റെ ദൈവം എന്നെ വാലല്ല തലയാക്കും, ഞാൻ തൊടുന്നതെല്ലാം ജയമാക്കി തരും. ശത്രു എൻ്റെ നേരെ വന്നാൽ 7 വഴിയായി ഓടിപ്പോകും. ഇന്നെല്ലാം കൂടി വരുന്നുണ്ടാകും. വരുന്നെന്തിനാണ്? ശത്രു ഒരുമിച്ചേ വരുള്ളൂ. 228 ആവർത്തന 28 പറയാണ്, ശത്രു എല്ലാവരും കൂടി ഒരു വഴിക്ക്, അവർ ഒരുമിച്ച് കൊടിയും പിടിച്ചുകൊണ്ട് ഒറ്റ യൂണിയനായിട്ടാണ് വരുന്നത്. വരുമ്പോൾ പേടിക്കരുത്, കാരണം ഇനി അന്ത്യസ്ഥിതിയുണ്ട്. ഈ വരുന്നവൻ്റെ എന്താണ്? അവർ പോകുന്നതെന്ന എല്ലാ വഴി കൂടി അവർ ഓടും. പിന്നീട് അവർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്ത രീതിയിൽ അവർ ചിതറിപ്പോകും. ഒരുമിച്ച് നിൽക്കുന്ന, നിനക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്ന എല്ലാം ശിഥിലമായി പോകും. നിന്നെ തകർക്കാൻ ഒരുമിച്ച് കൂടുന്ന എല്ലാ പരിപാടികളും തോറ്റുപോകും. കാരണം നീ ദൈവ പൈതലാണ്, നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ദൈവ പൈതലാണ്? 3 യോഹന്നാൻ 2 പറയുന്നു, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ 1-ാം നൂറ്റാണ്ടിലുള്ളവരും പ്രാർത്ഥിച്ചിരുന്നു, എല്ലാ കാര്യത്തിലും ഒരു ദൈവ പൈതൽ സംതൃപ്തിയുള്ളവരായിരിക്കണം, സ്വസ്ഥതയുള്ള ജീവനം കഴിക്കേണ്ടതിന് അധികാരികൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ അധികാരികൾ ആരാ? രക്ഷിക്കപ്പെടാത്തവരാണ്. അപ്പൊ രക്ഷിക്കപ്പെടാത്തവർ പോലും സ്വസ്ഥതയുള്ള നല്ല ജീവിതം കഴിക്കണമെന്ന് സഭ പ്രാർത്ഥിക്കണമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്. നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകാൻ, അവർക്ക് വേണ്ടി എല്ലാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവം വിളിച്ചതാണ് നമ്മെ ഓരോരുത്തരെയും. നാം മുഖാന്തരം ഭൂമിയിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. 1 തിമോത്തിയോസ് 2:1 എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. തിമോത്തിയോസേ, രാജാക്കന്മാർക്ക് എന്തിന്റെ കുറവാ? ഒരു നോക്കുമ്പോൾ അവർക്ക് ഒരു കുറവുമില്ല. ജീവിതമൊക്കെ രാജകീയമാണ്. എന്നാൽ സമാധാനം എന്നുള്ളത് അവർക്ക് ഉണ്ടാകണമെന്നില്ല, സ്വസ്ഥത എന്നുള്ളത് അവർക്ക് ഉണ്ടാകണമെന്നില്ല. ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിന്റെ പേരെന്താ? സദ്ദാം ഹുസൈൻ. അദ്ദേഹത്തിന്റെ മേശയെ കുറിച്ചൊക്കെ ഒരു കാലത്ത്, അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് പേപ്പറിൽ വന്നപ്പോൾ രത്നം പതിച്ചിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ. എന്നാൽ അദ്ദേഹം അവിടെ വിട്ട് ഓടി ഒരു ഗുഹയിൽ പോയി വർഷങ്ങൾ പാർത്തതും അദ്ദേഹത്തെ അവിടുന്ന് പിടിച്ചതും തൂക്കിക്കൊന്നതും ഒക്കെ നമുക്കറിയാം. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം ജീവിച്ചത് വളരെ ആഡംബരത്തിലാണ്.
എന്നാൽ അന്ത്യം നന്നായില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഒത്തിരി ഭരണകർത്താക്കളുടെ അന്ത്യം നല്ലതല്ലായിരുന്നു. നമ്മുടെ കാലത്ത് നമ്മുടെ നാട് ഭരിക്കുന്ന അധികാരികൾക്ക് നല്ല അന്ത്യം ഉണ്ടാകണം. നമുക്ക് മാത്രമാണോ? അല്ല. രാജ്യങ്ങൾക്ക്, രാജാക്കന്മാർക്ക്, ഗവൺമെന്റുകൾക്ക്, നമ്മുടെ ഗവൺമെന്റ് ഏറ്റവും നല്ല ഗവൺമെന്റ് ആയാൽ അതിന്റെ ഗുണം ആർക്കാ? ഗവൺമെന്റിനാണോ നമുക്കാണോ? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടി ചേർന്നതിന്റെ പേരാണ് ഗവൺമെന്റ്. അപ്പോൾ നല്ല ഒരു ഭരണമുണ്ടായാൽ നല്ല റോഡുകൾ വരും, നല്ല ഉയർച്ചകൾ ഉണ്ടാകും, നല്ല സമൃദ്ധി വരും. അഴിമതിയില്ലാത്ത ഒരു ഭരണമുണ്ടായാൽ പല രാജ്യങ്ങളിലുണ്ട്. നല്ല നിയമങ്ങൾ ഇവിടെ വരും. എളിയവർക്ക് ന്യായം പാലിച്ചു കിട്ടും. കൈക്കൂലി കൊണ്ട് നീതിയെ മറിച്ചു കളയുകയില്ല. എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കുന്ന ഒരു ഭരണം നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ 1 തിമോത്തി 2:1-2 എഴുതി വെച്ചേക്കണം. നല്ല ഭരണം ഈ രാജ്യത്തുണ്ടാകാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുന്നവരാണ് നാം പ്രാർത്ഥിച്ചാൽ അവർക്ക് ഭരണസ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയും. ആരെങ്കിലും ഭരിക്കട്ടെ, ആര് ഭരിച്ചാലും നാട് നന്നായാ പോരെ. ഞങ്ങളുടെ പാർട്ടി തന്നെ ഭരിക്കണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് തന്നെ പ്രത്യേകിച്ച് പാർട്ടി. നമുക്കെല്ലാം ആര് ഭരണത്തിൽ വന്നാലും അത് നമ്മുടെ പാർട്ടിയാ. എത്ര പേര് ആമേൻ പറയും? ആര് ഭരണത്തിൽ വന്ന് ഇവിടെ എന്നെ കാണാൻ എല്ലാ പാർട്ടിക്കാരും വരാറുണ്ട്. വരാത്ത പാർട്ടിക്കാരും ഇല്ല. ഞാൻ പറയും ഞാൻ നിങ്ങളുടെ പാർട്ടിയാ. സാറ് ഏത് പാർട്ടിയാ? ഞാൻ പറയും നിങ്ങളുടെ പാർട്ടി. എൻ്റെ പ്രധാന പാർട്ടി ടീ പാർട്ടിയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി. ഒരു കുഴപ്പമില്ല, ആരുമായിട്ടൊരു വഴക്കുമില്ല. കാരണം ഈ സത്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. ദാനിയേൽ ഉള്ള കാലത്ത് രാജാക്കന്മാർക്ക് നല്ല ഭരണമുണ്ടായി. ജോസഫിന്റെ കാലത്ത് ഫറവോ വളരെ ശോഭിച്ചു. അവൻ വെറുതെ ഇരുന്നേ ഉള്ളൂ. എന്നാൽ ജോസഫ് ഉള്ളത് കൊണ്ട് ആ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു. അഭിഷേകമുള്ള കൃപയുള്ള കുറച്ചു പേര് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ രാജ്യം അനുഗ്രഹിക്കപ്പെടും, ദേശം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ്. രാജ്യത്തിന്റെ ഘടന തന്നെ മാറ്റാൻ ശേഷിയുള്ളവർ ഇതിനകത്തിരിക്കുകയാണ്. നാം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കൊണ്ട് രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറും, രാജ്യത്തിന് സമ്പത്തുണ്ടാകും, രാജ്യം സമ്പന്നമാകും, രാജ്യത്തിൽ അഴിമതികൾ മാറിപ്പോകും, രാജ്യത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണം കുറയും. അവരെല്ലാം രക്ഷിക്കപ്പെടും. ജയിലുകളിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? രോഗികൾ സൗഖ്യമായി, ആശുപത്രികളിൽ ഡോക്ടർമാരും നേഴ്സുമാരും സുവിശേഷ വേലക്കിറങ്ങിയാൽ എങ്ങനെയുണ്ടാകും? വെറുതെ ഒരു ആമയും പറഞ്ഞേക്ക്, ചിലപ്പോൾ നടന്നാലോ. പണ്ട് ഹോജയുടെ കഥ പോലെ, ഹോജ എന്നൊരു മനുഷ്യൻ ഒരിക്കൽ, അതൊരു അറബിക്കഥയാണ്. ഹോജ എന്നൊരു മനുഷ്യൻ പന്ത് കളിക്കുന്ന പിള്ളേരെ നോക്കിയിട്ട് പറഞ്ഞു, അവർ പിള്ളേർ ഭയങ്കര വാശിക്ക് ഫുട്ബോൾ കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിച്ച് തകർക്കുകയാണ്. ഹോജ പറഞ്ഞു, എടാ ആ കാണുന്ന വീട്ടിൽ, ആ 2 നില വീട്ടിൽ എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കലും ഫുട്ബോൾ പോലും എടുക്കാതെ ഇവന്മാരെല്ലാം ആ വീട്ടിലോട്ട് ഓടി. ഇവരുടെ ഓട്ടം കണ്ട് ഹോജയും പുറകെ ഓടി. അപ്പോൾ ഒരാൾ ചോദിച്ചു, താനെവിടെ ഓടുന്നു? അല്ല, ഞാൻ അവന്മാരോടൊരു കള്ളം പറഞ്ഞു. എന്താണ്? ആ വീട്ടിൽ എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നുണ്ട്. അവന്മാരെല്ലാം കൂടി ഓടുകയാണ്. അപ്പൊ താനെന്തിനാ ഓടുന്നത്? ചിലപ്പോൾ നേരാണെങ്കിലോ ഒന്ന്. അപ്പൊ ഇതുപോലെയാണ്, ചിലപ്പോൾ നേരാണെങ്കിലോ. നടന്നാലോ? നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ രാജ്യം ഒന്ന് വിടുവിക്കപ്പെട്ടാലോ? നമ്മുടെ സമൂഹം മാറി മറിഞ്ഞാലോ? പല രാജ്യത്തും നടന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നടന്നാലോ? ചിലപ്പോൾ അത് സംഭവിച്ചാലോ? എത്ര പേര് അതിന് ആമേൻ പറയും? ഏലിയാവിനെ പോലെ പറയുന്നവർ എഴുന്നേൽക്കണം. ഇനി ഞാൻ പറയാതെ ഈ രാജ്യത്ത് മഞ്ഞില്ല, മഴയില്ല. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞാൽ മഞ്ഞുണ്ട്, ഞാൻ പറഞ്ഞാൽ മഴയുണ്ട്. അതെല്ലാം നമ്മുടെ നാവിലാണ്. അപ്പോൾ ദോഷത്തിന് ദോഷവും
ശകാരത്തിന് ശകാരം. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യരുത്. മറ്റുള്ളവർ പറയുന്നതിനൊപ്പം തിരിച്ചും പറയരുത്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ്. ഇത് എപ്പോഴും നമ്മുടെ അകത്ത് രജിസ്റ്റർ ആകണം. ഞാൻ വിളിക്കപ്പെട്ടപ്പോൾ ഞാനിപ്പോഴും കഷ്ടത്തിലാണ്, ഇപ്പോഴും ഞാൻ പ്രശ്നത്തിലാണ്. എന്നാൽ എൻ്റെ വിളി അനുഗ്രഹം അനുഭവിപ്പാനാണ്. ഞാൻ ഈ അനുഗ്രഹം അധികം ഇതുവരെ കണ്ടിട്ടില്ല, എന്നാൽ ഇതെനിക്ക് കൂടിയേ തീരൂ. ഇങ്ങനെ ഒന്നുണ്ടെന്ന് ബൈബിൾ പറയുന്നു. എനിക്കിതൊന്ന് അനുഭവിക്കണം. ഹറബല കൈകളെ തട്ടിക്കൊണ്ട് അതിനെ ഒന്ന് സ്വീകരിച്ചേ. എനിക്കിത് വേണം. അനുഗ്രഹം ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. ഇനി ലോകത്താരും പറഞ്ഞില്ലെങ്കിലും കർത്താവ് പറഞ്ഞ കർത്താവിൻ്റെ വചനമാണെങ്കിൽ, ആകാശവും ഭൂമിയും മാറിയാലും മാറില്ലെന്ന് പറഞ്ഞ വചനം നിലനിൽക്കുന്ന വചനമാണെങ്കിൽ എനിക്കിത് വേണം, എനിക്കിത് വേണം. വചനം പറയുന്നത് എനിക്ക് വേണം. അനുഗ്രഹം എനിക്ക് അനുഭവിക്കണം. അതൊരു പട്ടിണിപ്പാവമായ മീൻപിടുത്തക്കാരൻ അനുഗ്രഹിക്കപ്പെട്ട ശേഷം എഴുതിയ കാര്യം എനിക്ക് വേണം. എനിക്ക് അനുഗ്രഹം അനുഭവിക്കണം. എല്ലാവരും ചേർന്ന് കൈകൾ ഉയർത്തി പറ, എനിക്ക് അനുഗ്രഹം അനുഭവിക്കണം. ഇങ്ങനെയുള്ളൊരു വാക്കൊക്കെ ഉറച്ചു പറയാൻ കഴിയണം. ഇതിപ്പോൾ എനിക്ക് എല്ലാ ആഴ്ചയും ഇങ്ങനെ ഉറച്ച് പറയാൻ പറ്റും, ഒരു മൈക്ക് കയ്യിലുള്ളതുകൊണ്ട്. നിങ്ങൾ ഒരു മൈക്ക് മേടിക്ക് കുറഞ്ഞത്. ഇത് പറയാൻ പറ്റാത്തത് മൈക്കില്ലാഞ്ഞിട്ടാണോ? എന്താ കാര്യം? എന്താ? നിങ്ങൾ പറ, നിങ്ങളോട് തന്നെ പറ. ആദ്യം നാം നമ്മോട് പ്രസംഗിച്ചു തുടങ്ങണം. അതുകൊണ്ട് ദാവീദിനോടാണ് ആദ്യം പ്രസംഗിച്ചത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അപ്പോൾ ദാവീദിനോട് അത് പറഞ്ഞപ്പോൾ ദാവീദ് തന്നെ ഉഴപ്പിയിരുന്നു. ഉടനെ ദാവീദ് വീണ്ടും എൻ മനമേ ചൂടാകാൻ തുടങ്ങി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 103 വാക്യം. എൻ മനമേ, എൻ്റെ മനസ്സേ. മനസ്സാണ് കാരണം, മനം മാറ്റമാണ് വേണ്ടത്. ദാരിദ്ര്യ മനോഭാവത്തെ ഇന്ന് ഉപേക്ഷിക്കണം. എന്നിട്ട് ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെടാനുള്ള വിളിയുള്ള വ്യക്തിയാണ്, എന്നിൽ ഞാൻ തന്നെ മാറ്റം കൊണ്ടുവരും. ഇന്നു മുതൽ എൻ്റെ വാക്കുകളെ ഞാൻ മാറ്റും. മനസ്സിന് മാറ്റം വരുത്തിയാൽ മാത്രമേ വാക്കുകൾക്ക് മാറ്റം വരൂ. അതുകൊണ്ടാണ് വായിക്കുന്നത്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, എൻ്റെ ധ്യാനത്തിൽ തീ കത്തി, ഉടനെ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പൊ ആദ്യം നാം ഉള്ളിൽ ധ്യാനിക്കണം. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ വായിൽ വരികയുള്ളൂ. അത് തന്നെയാണ് സങ്കീർത്തനം 45 എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അപ്പൊ വചനം കൊണ്ട് നമ്മുടെ ഉള്ളത്തെ നാം നിറയ്ക്കണം. വചനം എന്താ പറയുന്നത്? ശുഭവചനം, അനുഗ്രഹത്തിന്റെ വചനം, വിടുതലിന്റെ വചനം. ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളത്തെ നിറയ്ക്കണം. ഈ ലോകത്തിലുള്ള വാർത്തകൾ, അവിടെ ചത്തു, ഇവിടെ മരിച്ചു, ഇവിടെ ജീവിച്ചു, അവിടെ ഒരുത്തൻ്റെ കൂടെ ഒരുത്തി ഓടി, പിന്നെ അവൾ തിരിച്ചു വന്നു, പിന്നെ അവൾ വേറൊരുത്തൻ്റെ കൂടെ പോയി. ഇത് തന്നെ വായിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് തന്നെ ഗുണം? അവള് വരികയോ പോവുകയോ? ഇത് തന്നെ വാർത്ത. പുതിയതായിട്ടൊന്നുമില്ല, ആകാശത്തിന്റെ കീഴെ ഒന്നും പുതിയതില്ലെന്ന് സഭാപ്രസംഗി പറഞ്ഞതുപോലെ ഒന്നും പുതിയതല്ല. അവിടെ മരിച്ചു, ഇനിയും മരിക്കും. അവിടെ അങ്ങനെയായി, അത് ഇനിയും ഉണ്ടാകും. വെള്ളപ്പൊക്കം ഇനിയും ഉണ്ടാകും. ഭൂമിയുള്ള കാലത്തോളം ഇതൊന്നും നിന്നു പോകില്ല. ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കാതെ നമ്മുടെ ഉള്ളം എന്തുകൊണ്ട് നിറയ്ക്കണം? വചനം കൊണ്ട് നിറയ്ക്കണം. ബൈബിളിലെ ഓരോ അനുഗ്രഹ ചരിത്രം കൊണ്ട് നമ്മുടെ ഉള്ളത്തെ നിറച്ചു വെക്കണം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി, പിന്നീട് എൻ്റെ കൃതികൾ രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല് പോലെ. പിന്നെ എൻ്റെ വായിൽ വരുന്നതെല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ്. എൻ്റെ വായിൽ വരുന്നതൊന്നും നിരാശയുടെ വാക്കല്ല, പറയുന്നത് മുഴുവൻ വിശ്വാസമാണ്.
ഇടയ്ക്കൊരു വിഷമം വന്ന ഉടനെ അബ്രഹാമിനെ ഉയർത്തിയ ദൈവം എന്ന് പെട്ടെന്ന് ഉള്ളിൽ വരികയാണ്. ഒന്നും കാണാതെ നോഹ പെട്ടകം പണിതിട്ടും സമയമായപ്പോൾ അവൻ കണക്ക് കൂട്ടിയതിനേക്കാൾ അധികം അനുഗ്രഹം അവൻ കണ്ടു. ഇതെല്ലാം പെട്ടെന്ന് മനസ്സിൽ വരികയാണ്. എല്ലാം തകർന്ന മനുഷ്യരും കർത്താവിൻ്റെ അടുക്കൽ വന്ന് വിജയിച്ച ഒരു 100 കണക്കിന് ചരിത്രമുള്ള വേദപുസ്തകം അടച്ചു വെച്ചിട്ട് വേറെ എന്ത് തുറന്നാണ് ജീവിക്കുന്നത്? ഈ പുസ്തകം അടച്ചു വെക്കാനുള്ളതല്ല, ഇതിനകത്തുള്ള ചരിത്രം 1, 2, 3 എന്ന് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാനുള്ളതാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടന്നത് എൻ്റെ ജീവിതത്തിൽ നടന്നേ മതിയാവൂ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ നടന്ന ചരിത്രം ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ നടന്നേ മതിയാവൂ. യോശുവ ആമേൻ അതിരുകളെ പിടിച്ചെങ്കിൽ അതുപോലെ ചിലതൊക്കെ പിടിക്കുക എന്നുള്ളത് ഈ കാലത്തുള്ള യോശുവ ഞാനാണെന്ന് ഞാൻ എന്നോട് പറഞ്ഞ് എന്നെ പഠിപ്പിക്കണം, ഞാൻ എന്നോട് പ്രസംഗിക്കണം. എത്ര പേർ കൈകൾ അടിച്ചതിനെ സ്വീകരിക്കും? ഞാൻ എന്നോട് പറയണം, എൻ മനമേ നീയാണത്, ഈ കാലത്തെ യോശുവ നീയാണ് എന്ന് ആരോട് പറയണം? ഞാൻ എന്നോട് പറയണം. ഈ കാലത്തെ ദെബോര ഞാനാണ്. ഈ കാലഘട്ടത്തിലെ അക്കില്ലാവും പ്രിസ്കില്ലയും ഞങ്ങളുടെ കുടുംബമാണ്. ഇതല്ലാതെ കർത്താവേ നീ ഒന്ന് വേഗം വരണേ. എന്നിട്ട് വന്നിട്ട് എന്തിനാണ്? കർത്താവിനെ വിശ്വസിക്കാത്ത വർണ്ണത്തിന് കർത്താവ് നേരത്തെ വിളിച്ചുകൊണ്ടുപോയിട്ട് എന്തിനാണ്? അവിടെയും കൂടി സ്വസ്ഥതക്കേട് ഉണ്ടാക്കാനാണ്. കർത്താവേ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, നീ ഇപ്പം അങ്ങോട്ട് വരണ്ട. അല്ല കർത്താവേ ഞാൻ അങ്ങോട്ട് വരികയാണ്. വേണ്ട, ഇവിടെ ഞങ്ങൾ വളരെ സമാധാനത്തോടെ കഴിയും. അത്യാവശ്യമായിട്ട് പോവുകയാണ്, കാഹളം ഒന്ന് ധ്വനിച്ചാൽ മതിയെന്ന്. നീ ഹോംവർക്ക് തീർക്ക്. ഈ വചനമൊക്കെ അകത്താക്കിയിട്ട് ഈ ഭൂമിയിൽ നീ നിന്നെ തന്നെ അങ്ങോട്ട് പണിയും. നിന്റെ വീടിനെ നീ പണിയ്. നീ മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു വാഗ്ദത്തം കിടപ്പില്ലേ? അത് ഈ ഭൂമിയിൽ മുഴുവനും നീ ഒരു അനുഗ്രഹമായിട്ടേ പോകാവൂ. ഭൂമിക്ക് നീ ഒരു ഭാരമല്ല, ഭൂമിക്ക് നീ ഒരു അനുഗ്രഹമായിട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1, 2, 3 അബ്രഹാമിനോട് മാത്രമുള്ള അനുഗ്രഹം അല്ലത്. അവിടെ വായിക്കുന്നത് നീ എല്ലാം വിട്ടു പുറപ്പെട്ടാൽ നമ്മളും എല്ലാം വിട്ടു പുറപ്പെട്ടവരാണ്. അബ്രഹാമിനെ പോലെ തന്നെ പലതും വിട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമായിരുന്നു. മടങ്ങിപ്പോകാൻ കഴിയില്ല. കാരണം എന്താണ്? അതിനേക്കാൾ ഉത്തമമായതിനെ നമ്മൾ കാത്തു. നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം വിട്ടത്. അബ്രഹാം മാത്രമല്ല വിട്ടത്. നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടു, ചാർച്ചക്കാര് നഷ്ടപ്പെട്ടു, സ്വന്തം ഭവനവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പല ബന്ധങ്ങളും പോയി. ഞാൻ എവിടെ ചെന്നാലും പാസ്റ്ററാണെന്ന് അറിഞ്ഞാൽ ഒരു നല്ല കൂട്ടാൾക്കാർ എന്നോട് മിണ്ടൂല. കാരണം എന്താണ്? ഇവനോട് 1 പറഞ്ഞ് 2 പറയുന്നതിന് മുമ്പ് ഇവൻ സ്നാനപ്പെടുത്തി കളയും. മതം മാറ്റുന്നവനാണ് ഈ നടക്കുന്നത്, പാസ്റ്റർ. അപ്പൊ പിന്നെ വിശ്വാസിയെ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ഉടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞില്ല, കർത്താവ് പറഞ്ഞതാണ്. എല്ലാവർക്കും ഉണ്ട്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നതല്ല, ശരിക്ക് വീണ്ടും ജനിച്ച ഒരാൾക്ക് എല്ലാ ബന്ധങ്ങളിലും ഒരു ഉലർച്ച ഉണ്ടാകും. എല്ലാ ബന്ധങ്ങളിലും ഒരകലം അവർ കാണിക്കും. ഇനി നിങ്ങൾ അവരെ സോപ്പിടാൻ വേണ്ടി എന്തെല്ലാം ഗിഫ്റ്റ് ക്രിസ്മസിന് കേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു, പിന്നെ അവരുടെ എല്ലാ പരിപാടിക്ക് പോയാലും അവർ നിങ്ങളെ അകറ്റിയിരിക്കും. നിങ്ങൾ അവരുടെ തോളെ കൈയിട്ട് നടന്നാലും ഒരാവശ്യം വന്നാൽ അവർ നിങ്ങളെ 1-ാം സ്ഥാനത്ത് നിർത്തില്ല, നിങ്ങളെ ആവശ്യത്തിന് ഉപയോഗിക്കും. നിങ്ങൾ എന്തെല്ലാം ചെയ്താലും. കാരണം ഈ ലോകവുമായി ഒരു ദൈവ പൈതലിന് ബന്ധം പോയി. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഇനി നിങ്ങൾ ബന്ധങ്ങളെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് നോക്കിയാലും പോകേണ്ട ബന്ധം പോകും. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ ആ ബന്ധങ്ങളെല്ലാം തിരിച്ചു വരികയും ചെയ്യും. ഒരു സീസൺ ഉണ്ട്, ബന്ധങ്ങൾ മുഴുവൻ പോകുന്ന ഒരു സീസൺ.
അത് നമ്മെ ഒറ്റപ്പെടുത്തി ദൈവം പണിതെടുക്കുന്നൊരു സീസണാണ്. അവിടെ നമ്മൾ അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ പോയ ബന്ധങ്ങളെല്ലാം വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ബന്ധങ്ങളെല്ലാം പോകുന്നൊന്നുമില്ല, അത് ഒരു സീസണുണ്ട്. രക്ഷിക്കപ്പെടുന്ന സമയത്ത് എല്ലാ ബന്ധവും പോകും. അത് കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഈ ദൈവ പൈതലിനെ ദൈവം സകലത്തിലും അനുഗ്രഹിക്കും. അനുഗ്രഹിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഇവൻ ഇറങ്ങിത്തിരിച്ചത് തെറ്റായ മാർഗത്തിലല്ല, ശരിയായൊരു ദൈവത്തെ കണ്ടിറങ്ങിയതാണ്. ഇവൻ കേടുപറ്റിയില്ല, ഇവൻ താന്നു പോയില്ല, ഇവൻ നശിച്ചു പോയില്ല, ഇവൻ ഗതികെട്ടില്ല, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കാലങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ദൈവം തെളിയിക്കും. എത്ര പേര് അതിന് ആമേൻ പറയും? സമയമെടുക്കും, എങ്കിലും അത് നടക്കും. എത്ര പേര് ഉറക്കെ ഒരു ആമേൻ പറയും? ഇന്ന് എല്ലാവരും അകന്നോട്ടെ, അത് നിനക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കിട്ടുന്ന ഒരു സമയമാണ്. ദൈവത്തോട് മാത്രം സമയം ചെലവഴിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് ഇത്. നിന്റെ സ്വീകരിക്കുന്ന സമയമാണ്. ജോസഫിനെ പോലെ സ്വപ്നങ്ങളിലെ വളർന്നു വരുന്ന ഒരു സമയം. ഇത് കഴിയുമ്പോൾ പാണ്ഡികശാല നിറക്കുന്നതും എല്ലാവർക്കും കൊടുക്കുന്നതുമായ ജോസഫിന്റെ സീസൺ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്. നിന്റെ സീസൺ വരും. നിന്നെ നിന്ദിച്ച് ഒറ്റപ്പെടുത്തിയ എല്ലാവർക്കും നീ ഒരു അനുഗ്രഹമാകുന്ന ഒരു സീസൺ 2025 അതിനു വേണ്ടിയുള്ള വർഷമാണെന്ന് ഞാൻ സഭയോട് പ്രവചിക്കുക. അതങ്ങനെ തന്നെ നടക്കട്ടെ. ഒന്നും കണ്ടില്ലെങ്കിലും നീ തളരരുത്. അപ്പൊ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ, യോഹന്നാൻ 15:19, എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ഒരകലത്തിൽ നിർത്തും. എന്നാൽ അത് കഴിയുമ്പോൾ നിന്റെ ഉയർച്ച കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, നീ ഇറങ്ങിയ മാർഗം ഒരു പരാജയ മാർഗമല്ല, ഇതൊരു രാജകീയ മാർഗമാണ്. ഇത് എത്ര തകർന്നു പോയാലും പണിയപ്പെടുന്ന ഒരു മാർഗമാണ്. വൈദ്യശാസ്ത്രം കൈവിട്ടാലും അവിടെ നിന്നെല്ലാം പുറത്തു വരുന്ന മാർഗമാണ്. ഏറ്റവും തകർച്ചയിൽ നിന്ന് എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന മാർഗമാണ് യേശുവിന്റെ മാർഗം. കൈകളെ തട്ടി കർത്താവിനെ ആരാധിച്ച് തോറ്റുപോകൂല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അനുഗ്രഹം കണ്ടിരിക്കും. അതുകൊണ്ട് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുത്. മൗനമായിരിക്കുക. നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. എന്തിനാണ്? അവിടെ അബ്രഹാമിനോട് പറയുന്ന അനുഗ്രഹം ആ 12:2 വാക്യത്തിൽ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ ഞാൻ വലുതാക്കും. ദൈവത്തിന്റെ ഇഷ്ടമാണത്. നിന്നെ വിളിച്ചത് വലുതാക്കാനാണ്. അബ്രഹാം എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടാണോ? അബ്രഹാം ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ദൈവം അങ്ങോട്ട് പറയണം. എന്ത്? നമ്മുടെ വിചാരം നമ്മൾ കുറേ നാൾ സഭയിൽ വന്ന് ദൈവവേലക്കും കൊടുത്ത് കർത്താവിന് വേണ്ടി ജീവിച്ച് അന്യഭാഷയിൽ ആരാധിച്ച് ഒരു മീറ്റിംഗും മുടങ്ങാതെ നല്ല കുട്ടിയായിട്ടൊക്കെ ജീവിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഒന്നുമല്ല, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ പറഞ്ഞാൽ കേൾക്കാത്തതും ഉണ്ടാകും, പറഞ്ഞാൽ കേൾക്കുന്നതും ഉണ്ടാകും. എല്ലാ പിള്ളേരും കേൾക്കും. എങ്കിലും മാതാപിതാക്കൾ അവർക്ക് നന്മ കൊടുക്കുന്നത്, പറഞ്ഞാൽ അനുസരിക്കുന്ന മോനെ കരിമീൻ പൊള്ളിച്ചത്, പറഞ്ഞാൽ കേൾക്കുന്ന മോൻ, പറഞ്ഞാൽ കേൾക്കാത്ത മോനോ അനുസരിക്കാത്ത മോനോ മത്തി കരിച്ചത് ആണോ? അല്ല, എല്ലാവർക്കും കരിമീൻ പൊള്ളിച്ചത് തന്നെ. എല്ലാവർക്കും ഒരുപോലെയാണ്, മുഖപക്ഷമില്ല. ഇതാണ് ദൈവം. നമ്മുടെ പ്രവർത്തികൾക്കൊത്തവണ്ണം പകരം ചെയ്യാത്ത മക്കളായി മാറിയാൽ ആ അംഗീകാരത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ കാണാത്ത ഒരു വ്യക്തിക്കും ആമേൻ
വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അറിയണം, നമ്മൾ ഈ സത്യം അറിയണം. എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, എന്നെ കർത്താവിന് ഇഷ്ടം തോന്നിയിട്ട് വിളിച്ചതാണ്. എൻ്റെ പ്രവൃത്തി വെച്ച് നോക്കിയാൽ എൻ്റെ കർത്താവിന് എന്നെ തോമസ് ഊട്ടി ബ്രദർ പറയുന്നൊരു കാര്യമുണ്ട്, കല്യാണത്തിന് പറയുന്നത്, കർത്താവിന് നമ്മോട് ഇഷ്ടമല്ല, എന്താണ്? സ്നേഹമാണ്. എന്താണ്? അപ്പൊ ഈ കല്യാണത്തിന് അദ്ദേഹം പറയാൻ കാരണം, ഈ കല്യാണത്തിന് പെണ്ണിനെ പോയി കണ്ടു. ആ പെണ്ണെങ്ങനെയുണ്ട്? ആ പെണ്ണിനോട് എനിക്ക് സ്നേഹമായി എന്നാണോ പറയുന്നത്, ഇഷ്ടമാണെന്നാണോ പറയുന്നത്? പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. എന്താണ്? ഒരു സാധുവായ പെണ്ണ് കർട്ടന്റെ മറയിൽ നിൽക്കുന്നു. ഇപ്പോഴത്തെ പെണ്ണുങ്ങളാണെങ്കിലോ ഒരു വരവാണ്, ചായയും കാപ്പിയാണ്. പണ്ടത്തെ ഒരു നാട്ടുനടപ്പ്, കർട്ടന്റെ മറവിൽ. അപ്പൊ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ശാന്തയായ ഒരു പെണ്ണ്. ചെറുക്കനെ കിട്ടോ, ചെറുക്കൻ നല്ല ചെറുക്കനുണ്ട്, നല്ല താടിയും നല്ല മീശയും. ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. ചെറുക്കൻ്റെ അപ്പനും അമ്മയോ തങ്കം പോലത്തെ ഒരു അമ്മച്ചി, ഒരു പാവ അമ്മച്ചി. അപ്പച്ചനാണെങ്കിലും മുകളിലോട്ട് പോലും നോക്കൂല, താഴോട്ട് തന്നെ നോക്കി. ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവരും എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടം മുഴുവൻ ഈ കല്യാണം കഴിഞ്ഞ് 1-2 മാസത്തോടു കൂടി ഇഷ്ടമൊക്കെ തീരും. പിന്നീട് അറിയുന്നത് ഈ അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങയ്ക്ക് അത് മാങ്ങ പൂളി തിന്നവർക്ക്, അല്ലാത്തവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. സ്വന്തമായിട്ട് മാങ്ങ ചെത്തി പൂളി തിന്നുന്നവർക്ക് ഈ ഉദാഹരണം. അല്ലാത്തവർ അണ്ടി ഏതാ മാങ്ങ ഏതാണെന്ന് അറിയാത്തവർ അടുത്ത സീസണെങ്കിലും സ്വന്തമായിട്ട് ചെത്തി പൂളി തിന്നെ. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലായി അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇഷ്ടങ്ങളെല്ലാം തീരും, പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? സ്നേഹമാണ്. അപ്പൊ സ്നേഹത്തിന് പ്രവർത്തികളുടെ മുമ്പിൽ ഇഷ്ടങ്ങളെല്ലാം തീരും. എന്നാൽ പ്രവർത്തികൾ എന്തെല്ലാമായാലും സ്നേഹം തീരുന്നില്ല. അതുകൊണ്ടാണ് മുടിയൻ പുത്രൻ എന്ന് നമ്മൾ എന്നും കുറ്റം പറയുന്ന ആ മകൻ നന്നായിട്ട് ഇന്ന് വരെ 2000 വർഷമായി പുള്ളി നന്നായിട്ട് ഇന്ന് വരെയും നമ്മൾ അദ്ദേഹത്തെ എന്താ വിളിക്കുന്നത്? മുടിയൻ പുത്രൻ എന്നാണ്. അദ്ദേഹം പോയപ്പോഴും അപ്പൻ ഇഷ്ടമല്ല അവനോട്. അവനോട് എന്താണ്? അവനോട് സ്നേഹമാ. അപ്പൊ കർത്താവ് ഒരാളെ, ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചെന്നാണ്. ദൈവം ഈ ലോകത്തെ ഇഷ്ടപ്പെട്ടെന്നല്ല. ഇഷ്ടപ്പെടാൻ ഒന്നും നമുക്കില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഇഷ്ടപ്പെടാൻ ഒരു ഗുണവും ഇല്ലെന്ന്. വേറൊരാളോട് പറ, കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാൽ പണ്ടേ തട്ടിക്കളയേണ്ടതാണ്. ഇത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്ക്. കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാൽ പണ്ടേ തട്ടിക്കളയേണ്ടതാണ്. എങ്കിലും കർത്താവിന് ഇഷ്ടമല്ല, പിന്നെ എന്താണ്? സ്നേഹമാണ് നമ്മളോട്. ദൈവം ഈ ലോകത്തെ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മോട് ഇഷ്ടപ്പെടാൻ നമുക്ക് ഒന്നുമില്ല, ഇന്നുമില്ല, നാളെയെങ്കിലും ഉണ്ടാകുമായിരിക്കും. എന്നാൽ ദൈവത്തിന് നമ്മോട് എന്താണ്? സ്നേഹമാണ്. ദൈവത്തിന് നമ്മെ ഇഷ്ടമല്ല, സ്നേഹമാണ്. കാരണം എന്താണ്? അവൻ നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 അതാണ്. റോമർ 5:8 ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. എപ്പോഴാണ് മരിച്ചത്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇഷ്ടമല്ല, ദൈവത്തിന് നമ്മോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ 1 കൊരിന്ത്യർ 13 പറയുന്നു, 5-ാം വാക്യമായിരിക്കും, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകില്ല. ലവ് നെവർ ഫെയിൽസ് ഇംഗ്ലീഷിൽ. അതായത് സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. 8-ാം വാക്യം 1 കൊരിന്ത്യർ 13:8
സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇഷ്ടങ്ങൾ പരാജയപ്പെടും. അവര് കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ കല്യാണത്തിന് വിളിക്കും. അവര് ഗിഫ്റ്റ് കൊണ്ടുവന്നാൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. അവര് നമുക്കൊരു ക്ലോക്ക് തന്നാൽ നമ്മൾ അവർക്ക് വേറൊരു ക്ലോക്ക് കൊടുക്കും. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. ദൈവത്തിന് ഈ പരിപാടിയൊന്നുമല്ല. ദൈവത്തിന് നമ്മളോട് സ്നേഹമാണ്. നമ്മൾ അവനോട് കാണിക്കുന്നതിനൊപ്പമല്ല ദൈവം നമ്മളോട് പെരുമാറുന്നത്. അങ്ങനെ പെരുമാറിയാൽ നമ്മളിൽ ആരും ഇന്ന് ഈ ഭൂമി കാണത്തില്ല. അതുപോലെ അത് പഴയ നിയമത്തിൽ നമുക്ക് കാണാം, ദൈവം ഇസ്രായേൽ മക്കളോട് ചെയ്തത്. അപ്പൊ ദൈവത്തിന് വികാരമുണ്ടോ? ഉണ്ട്. ദൈവത്തിന് ദേഷ്യമുണ്ടോ? ഉണ്ട്. പാപത്തെ ദൈവം കണ്ടു നിൽക്കുമോ? ഇല്ല. എങ്കിലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് സ്നേഹമാണ്. ഒരു നാളും പരാജയപ്പെടാത്ത, മാറിപ്പോകാത്ത നിത്യ സ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യ സ്നേഹം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിത്യ സ്നേഹം. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അബ്രഹാമിന്റെ പല കാര്യവും ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന് അബ്രഹാമിനോട് സ്നേഹമായിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, ഉൽപ്പത്തി 12:2 ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അത് കർത്താവിന്റെ ഇഷ്ടമാണ്. സ്നേഹം വരുമ്പോൾ ദൈവം എടുക്കുന്ന തീരുമാനം, സ്നേഹത്തിൽ നിന്ന് ദൈവം എടുക്കുന്ന തീരുമാനമാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. കാരണം ഞാൻ ഒരാളെ തിരഞ്ഞെടുത്താൽ ഞാൻ തിരഞ്ഞെടുത്തതാണെന്ന് ഭൂമി മുഴുവനും അറിയണം. അതായത് നീ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് ലോകം മുഴുവൻ മനസ്സിലാക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമുണ്ടെന്ന്, അനുഗ്രഹം തരുന്നൊരു ദൈവമുണ്ടെന്ന്. അബ്രഹാമെ ലോകം അറിയണമെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടണം. ഈ സത്യം ഒരു ദൈവവൈതൽ അറിയണം. അതുകൊണ്ട് അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ച് അനുഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. നാം അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് ഒരു നല്ല ദൈവമുണ്ടെന്ന് ലോകം അറിയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി, നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ചകൾ എല്ലാം ദൈവത്തിൻ്റെ നാമത്തിന് പ്രസിദ്ധമാണ്. ആകാശം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം കാണുമ്പോഴറിയാം നല്ല ദൈവമുണ്ട്. എല്ലാ ദിവസവും പുതിയ പുതിയ ഡിസൈനാണ്. നമ്മൾ ഈ കടൽ തീരത്ത് പോയിരിക്കുമ്പോൾ ആൾക്കാർക്ക് മടുപ്പില്ലാത്തത് ഓരോ തിരമാലയും പുതിയതാണ്. പഴയ തിരമാല പിന്നെ വരുന്നില്ല, എല്ലാം പുതിയ ഡിസൈനാണ്, പുതിയ വെറൈറ്റിയിലാണ് വരുന്നത്. ആകാശത്ത് നോക്കിയാലോ, ഇത്രയും 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പഴയ ഡിസൈൻ അവിടെയില്ല. എന്നോട് നിങ്ങളൊരു പടം വരക്കാൻ പറഞ്ഞാൽ ഞാനൊരു കാക്കയെ വരക്കും, 2 കൊക്കിനെ വരക്കും. അത് ഒരേപോലെ. ഇത്രയും വർഷമായിട്ട് എനിക്ക് അതിൽ മുകളിൽ എനിക്ക് പറ്റിയിട്ടില്ല. അത്രയും നല്ലൊരു കലാകാരനാണ് ഞാൻ. 2 കാക്കയും 1 കൊക്കും. എന്നാൽ ആകാശത്തോട്ട് നോക്ക്, എത്ര കൊക്കാണ്. കൊക്ക് തന്നെ എത്ര വലിയ, എത്ര വെറൈറ്റികളാണ്, എത്ര മനോഹരമാണ് പക്ഷികൾ. ആകാശം ദൈവം ഫില്ല് ചെയ്യാണ് പലതും വെച്ച്. കാക്കകൾ പറന്നും പറവകൾ പറന്നും എല്ലാം. കടല് ദൈവം സൗന്ദര്യം കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഭൂമി ജന്തുക്കളെ കൊണ്ട്, ജീവജാലങ്ങളെ കൊണ്ട്, പൂക്കളെ കൊണ്ട് ദൈവം നല്ലൊരു കലാകാരനാണ്. ആകാശവും ഭൂമിയും ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുമ്പോൾ ദൈവം വലിയവനാണെന്ന് അറിയണമെങ്കിൽ ഈ ആകാശവും ഭൂമിയും നോക്കിയാൽ മതി. ഇതുപോലെ ദൈവം അനുഗ്രഹിക്കുന്നവനാണെന്നും ഒരു ദൈവമുണ്ടെന്നും ദൈവം ഉയർത്തുന്നവനുമാണെന്നും അറിയണമെങ്കിൽ ഒന്നുമില്ലാത്ത 75-ാമത്തെ വയസ്സിൽ ഗതികെട്ട് ഒരു തലമുറ പോലും ഇല്ലാതെ ഗതികെട്ട് കിടക്കുന്ന ഒരുവനെ വിളിക്കണം ദൈവത്തിന്. എന്നിട്ട് ലോകത്തെ കാണിക്കണം, ഞാൻ ഒരാളെ വിളിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ ഭൂമിയിൽ ആരും അനുഗ്രഹിക്കപ്പെടില്ല എന്ന് ദൈവത്തിന് കാണിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത
ഒരു വൃദ്ധനായ മനുഷ്യനാണ് ആര്? അബ്രഹാം. അപ്പൊ നമ്മൾ ഓർക്കും, ദൈവം വിളിച്ചു, 75-ാമത്തെ വയസ്സിൽ വിളിച്ചു, 76-ാമത്തെ വയസ്സിൽ ആദ്യത്തെ കുഞ്ഞ്, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവറാച്ചനെ പോലെ ഇരിക്കണം. നോക്കിയപ്പോൾ അവറാച്ചനെ പോലെ. അടുത്ത കൺമണി പെണ്ണായിരിക്കണം, സാറായെ പോലെ ഇരിക്കണം. അങ്ങനെ ശോശാമി എന്ന് പേരിട്ടു. അടുത്ത കൺമണി അതാണ്. കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിക്കണ്ടേ. 100 വയസ്സായിട്ടൊന്നുമില്ല. അതായത് അസാധ്യതകൾ മുഴുവൻ ലോകം പറയണം. ദൈവം വിളിച്ച ഒരുവനെ നോക്കിയിട്ട് ലോകം പറയണം, ഇനി ഒരിക്കലും ഇവൻ രക്ഷപ്പെടില്ല എന്ന് ലോകം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ദൈവത്തിന് അബ്രഹാമിൽ ഒരു പ്രവൃത്തി ആരംഭിക്കാൻ. എന്നാലേ ദൈവം അനുഗ്രഹിക്കുന്നവനെന്ന് ലോകം അറിയൂ. കൈകളടിച്ച് യേശുവിനെ ആരാധിച്ചു. ഏത് തകർന്നവനെയും, ഒരു സാധ്യതയില്ലാത്തവനെയും, ഒരിക്കലും രക്ഷപ്പെടാത്തവനെയും ദൈവം മാറ്റിമറിക്കുമെന്ന് ദൈവത്തിന് ലോകത്തെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചത് ഭൂമിയിൽ അനുഗ്രഹം ഉണ്ടെന്ന് തെളിയിക്കാൻ. ലോകം കാണണം, ഭൂമിയിലുള്ള എല്ലാവരും അറിയണം. ഒരുവനെ ഞാൻ വിളിച്ചാൽ അത് വിളിച്ചതാണെന്ന് നാടറിയണം. അത് ഒരു രാജ്യം അറിഞ്ഞാൽ പോരാ, നിന്നിൽ ഭൂമിയിലുള്ള, അടുത്ത വാക്യം എങ്ങനെയാണ്? നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും. ഇപ്പൊ എത്ര രാജ്യമുണ്ട്? 195 രാജ്യം. ഇടക്കിടക്കൊന്ന് നോക്കിയേക്കണം, കാരണം ഏത് രാജ്യമാണ് പിളരുന്നതെന്ന് പറയാൻ പറ്റില്ല. നിന്നിൽ 195 രാജ്യം അനുഗ്രഹിക്കപ്പെടും. നീ ഒരു UK-ക്കും ഒരു കാനഡയ്ക്കും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ. നിന്നിൽ ഭൂമിയിലുള്ള, നീ മുഖാന്തരം ഭൂമിയിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഒരു പ്രസംഗമായിരിക്കും, നിന്റെ ഒരു പ്രവചനമായിരിക്കും, നിന്റെ ഒരു ഹീലിംഗ് മിനിസ്ട്രി ആയിരിക്കും. നീ മുഖാന്തരം ഭൂതങ്ങൾ വിട്ടുപോകുന്നതാണ്. ആഫ്രിക്കയിലെ ഭൂതത്തെ പുറത്താക്കാൻ നിന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ്. അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ പോലും എന്തുണ്ട്? ഭൂതമുണ്ട്, അതിനെ പുറത്താക്കാൻ. അപ്പൊ ഏത് തരത്തിലുള്ള ഭൂതത്തെയാണ് നീ പുറത്താക്കാൻ പോകുന്നതെന്ന് ദൈവം നിന്നെ കുറിച്ച് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഭൂതം നിന്നെയല്ല പുറത്താക്കുന്നത്, അനുഗ്രഹത്തിൽ നിന്ന്, നന്മകളിൽ നിന്ന് ഭൂതം നിന്നെയല്ല പുറത്താക്കുന്നത്, നീ ഭൂതത്തെ പുറത്താക്കും. കൈകളടിച്ച് രോഗം നിന്നെ ഒതുക്കുകയല്ല, നീ രോഗത്തെ ഒതുക്കും. ദേശത്ത് ജനങ്ങളിലുള്ള രോഗത്തെ നീ കൈകാര്യം ചെയ്യും. രോഗം ഇന്ന് നിന്നെ കൈകാര്യം ചെയ്യുകയാണ്, എന്നാൽ അത് തിരിയാൻ പോവുകയാണ്. എത്ര പേര് അതിനെ പ്രാപിക്കും? ഇന്ന് നിന്നെ ഒതുക്കുന്നതിനെ എല്ലാം നീ ഒതുക്കും. ഇന്ന് നീ ഒതുങ്ങിയിരിക്കുന്നു, എന്നാൽ ഒരു സിംഹം പോലെ നീ എഴുന്നേൽക്കുന്ന ഒരു സീസൺ വരാൻ പോകുന്നു. അല്പസമയം അതൊന്ന് വിശ്വസിച്ചൊന്ന് ആരാധിച്ചേ. അബ്രഹാമേ, അറിയണം, നാടറിയണം, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനെ ഞാൻ തെരഞ്ഞെടുത്താൽ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠനാകുമെന്ന് ഭൂമിയുള്ള കാലത്തോളം അതറിയണം. ആകാശം മാത്രം എൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കിയാൽ പോരാ. ഞാൻ വിളിച്ച എൻ്റെ ഓരോ മക്കളിലൂടെയും എൻ്റെ കൈവേല വലുതാണെന്ന് ദേശം അറിയണം. ഇത് പറയുമ്പോൾ ചിലരുടെ കെട്ടുകൾ ഇന്ന് പൊട്ടുകയാണ്. വർഷങ്ങളായി നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില പരിമിതികൾ ഇന്ന് പൊളിയട്ടെ. ഒരു ഭയങ്കര ദൈവശക്തി ഇന്ന് പകലിൽ ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഒരത്ഭുതമാണെന്ന് ദേശം കാണാൻ പോവുകയാണ്. നിന്റെ വീട് ഒരത്ഭുത വീടാണെന്ന് നാടറിയാൻ പോകുന്നു. കാരണം ദൈവം നിന്നെ വിളിച്ച കുടുംബമാണ്. അത് ജോഷി പാസ്റ്റർ പ്രസംഗിച്ചത് കൊണ്ടല്ല,
ആയിരക്കണക്കിന് വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ്. ദൈവം ഒരുത്തനെ വിളിച്ചാൽ കാലമുള്ള കാലത്തോളം അവന്റെ പേര് പറഞ്ഞാൽ മതി, ഉടനെ നമ്മൾ ചാർജ് ആവും. അബ്രഹാം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പ്രസംഗം അത് അബ്രഹാമാണോ? എന്നാ ഇരുന്നേക്ക. ഞങ്ങളോർത്ത് രാഹബിനെ കുറിച്ചായിരിക്കും പ്രസംഗിക്കാൻ പോകുന്നത്. അബ്രഹാമാണോ? ഇരുന്നേക്കാം, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. പേര് പറയുമ്പോഴേ അറിയാം, വിടുതൽ ഉറപ്പാണ്. ആരെങ്കിലും അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ഉറപ്പാണ് ദൈവം അവിടെ പ്രസിദ്ധനാകും. യൂദയെ കുറിച്ച് പ്രസംഗിച്ചാലോ, ശിംശോനെ കുറിച്ച് പ്രസംഗിച്ചാലോ, ശലോമോനെ കുറിച്ച് പ്രസംഗിച്ചാലോ തുടക്കം കുഴപ്പമില്ല, ഒടുക്കം പോയി. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ തുടക്കം മോശമാണ്, ഒടുക്കം അതിമഹത്താണ്. അതാണ് ക്രിസ്തീയ ജീവിതം, ഒടുക്കം. എന്നാൽ തുടക്കം നന്നായിരുന്നു, ഒടുക്കം മോശമായവരും ബൈബിളിലുണ്ട്. എന്നാൽ ചിലർ ചരിത്രം കുറിച്ചു തുടക്കം വളരെ മോശം, ശൂന്യത, ആരുമില്ല, കരുതാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല, മിണ്ടാൻ ആരുമില്ല, കൈതരാൻ ആരുമില്ല, നല്ല വാക്ക് പറയാൻ ആരുമില്ല. അങ്ങനെയുള്ളവരെ കൊണ്ടാണ് ദൈവം ചരിത്രം എഴുതിച്ചിട്ടുള്ളൂ. ഓ ഹല്ലേലൂയ. യേശുവിന് ഉറപ്പാ. യേശു പറയാണ്, രാജ്യത്തിന്റെ സുവിശേഷം ഭൂമി മുഴുവനും പ്രസംഗിക്കപ്പെടുമ്പോൾ ഇവൾ എനിക്ക് വേണ്ടി ചെയ്തതും പ്രസംഗിക്കപ്പെടും. ഒരു പെൺകുട്ടി ഒരു ആ ഭരണി ഉടച്ച് വളരെ വിലയേറിയ ആ പെർഫ്യൂം യേശുവിൻ്റെ മേൽ പൂശിയത് നമ്മൾ വായിക്കുന്നു. ഉടനെ യൂദ പറഞ്ഞു, ഇത്രയും വലിയ ചെലവിന്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അവളെ ശല്യം ചെയ്യല്ലേ, അവളെൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് കൂട്ടിക്കോ. എന്നാൽ അവൾ ഈ ചെയ്തത്, അവൾ ഈ പ്രസംഗിച്ചതല്ല, അവൾ ഈ ചെയ്തത് ലോകമുള്ള കാലത്തോളം പ്രസംഗിക്കപ്പെടും. ഇന്ന് മറിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സുഗന്ധം വരുന്നില്ലേ? ഒരു ദുർഗന്ധമാണോ? മറിയെന്ന് പറയുമ്പോൾ ആരെങ്കിലും മൂക്ക് പൊത്താറുണ്ടോ? മാർത്തയെന്ന് പറയുമ്പോൾ ഉടനെ ഒരു കരിമീൻ്റെ മണം വരുന്നുണ്ട്, സാമ്പാറിന്റെ മണമുണ്ട്. എന്നാൽ മറിയെന്ന് പറഞ്ഞാൽ നല്ല അത്തറിന്റെ മണമാണ്. അതൊരു സന്തോഷമാണ്. കാരണം അവർ ചെയ്തതിനനുസരിച്ച് ആ മണം വ്യാപരിക്കുന്നു. മാർത്ത കരിമീൻ, മറിയ പെർഫ്യൂം. പ്രവർത്തികളാണ് സുഗന്ധത്തെ കൊണ്ടുവരുന്നത്. 2000 വർഷമായിട്ട് ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കാരണം യേശു ആ വീട്ടിൽ ഒരു കാര്യം ചെയ്തു. ഈ 2 സഹോദരിമാർക്ക് ആകെയുണ്ടായ താങ്ങും തണലുമായ ലാസർ മരിച്ചു. 4 ദിവസമായി. അന്ന് വന്നിട്ട് കർത്താവ് 1-ാം ദിവസം വന്നില്ല, രോഗിയെ കിടന്നപ്പോൾ വന്നില്ല. 4-ാം ദിവസം വന്ന് അസാധ്യതകൾ മാത്രമുള്ളപ്പോൾ വന്നിട്ട് പറഞ്ഞു, കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു, ലാസറെ പുറത്തു വാന്ന് പറഞ്ഞു. ഇനി മറിയക്ക് ഈ അത്തറും കുപ്പിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം അതിനേക്കാൾ വലുത് നടന്നു. എന്തെല്ലാം കെട്ടിപ്പിടിച്ചാലും എൻ്റെ ലാസറിനെ എനിക്ക് തിരിച്ചു കിട്ടില്ല. എനിക്കെന്തും തിരിച്ചു തരാൻ കഴിവുള്ള ഒരുവന് വേണ്ടി എന്തും പൊട്ടിച്ചൊഴിക്കാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെ പേരാണ് ആരാധന. എന്തും പൊട്ടിച്ചൊഴിക്കാൻ. ഇവിടെ ഓരോ പാട്ടും സ്ക്രീനിൽ വരുന്നു, ഇവിടെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടുന്നു. ഈ നിപ്പ് തന്നെ എത്ര നേരം നമ്മൾ നിൽക്കും? ഇതിങ്ങനെ കേട്ട് വായിക്കുന്ന ഒരു സ്ഥലമല്ല, ഇത് നോട്ടീസ് ബോർഡല്ല, ഇത് ആരാധിക്കാൻ വരുന്നത്. സുഗന്ധം പരത്തണം. നിന്നെ വിളിച്ചത് അനുഗ്രഹിക്കാനാണെങ്കിൽ നീ അവനെ ആരാധിക്കണം. അവൻ നല്ലവനാണ്. പൊട്ടിച്ചൊഴിക്കുന്നേ അതും നഷ്ടമല്ല. പൊട്ടിച്ചൊഴിക്കുന്നത് 2000 കൊല്ലമായിട്ടും തീർന്നിട്ടില്ലെന്ന്. നീ കർത്താവിന് വേണ്ടി എന്തെറിഞ്ഞാലും അതെല്ലാം നന്മയ്ക്കാണ്. എന്തെറിഞ്ഞാലും എന്ത് ചെലവാക്കിയാലും എല്ലാം ദൈവത്തിന് മഹത്വമാണ്. ഇവിടെ ചർച്ചിൽ എന്നോട് ഒരിക്കൽ ഒരു പിതാവും
കുടുംബം എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഇവിടെ പഴയ പാട്ടുകൾ പാടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നല്ല കാര്യം. അന്ന് 2 പുതിയ പാട്ട് ഒന്നും കൂടി ഞാൻ പാടിപ്പിച്ചു. കാരണം പോകുന്നതിന് ഇത്തിരി സ്പീഡ് കൂടിക്കോട്ടെ എന്ന് കരുതി, മൈലേജ് കിട്ടാൻ വേണ്ടി. കാരണം കർത്താവിനൊരു പുതിയ പാട്ട് പാടണം. എന്തുകൊണ്ടാണ് പഴയ പാട്ടുകളിൽ മാത്രം തൂങ്ങാത്തത്? പഴയ പാട്ട് മോശമായിട്ടല്ല, ദൈവത്തിനൊരു പുതിയ പാട്ട് പാടും. ഞാനിവിടെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന് വേണ്ടി പുതിയ പാട്ട്. പുതിയ പാട്ടില്ലെങ്കിൽ ഇംഗ്ലീഷോ തമിഴോ പരിഭാഷപ്പെടുത്തി പാടും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തമിഴൊക്കെ നിങ്ങൾ പാടുന്നു. ഞാൻ അതിശയിച്ചു. എനിക്ക് പോലും വായ കിട്ടാത്ത സാധനമാണ് നിങ്ങളെടുത്ത് പാടുന്നത്. ഹിന്ദിയൊക്കെ ജയ് ബോലോ. എൻ്റെ വായ കിട്ടാത്ത പാട്ടുകളൊക്കെ ഇപ്പോൾ എല്ലാവരും കൂടി പാടുന്നുണ്ട്. എന്താണ്? നമ്മുടെ ദൈവത്തെ എങ്ങനെയെല്ലാം ഉയർത്താമോ അതിനാണ് നമ്മൾ വന്നത്. പ്രസംഗം കേൾക്കാനല്ല, ആരാധിക്കാൻ വന്നതാണ്. അവൻ യോഗ്യനാണ്. എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി സമ്പന്നരെ വെറുതെ അയക്കുന്ന ദൈവത്തെ പൊട്ടിച്ചൊഴിക്കുന്നേ ഈ ദൈവം വിളിച്ചതാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ പ്രവൃത്തി അല്ല. പൈതങ്ങൾ ജനിക്കുകയാകട്ടെ പ്രവർത്തിക്കട്ടെ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വിളി വന്നെന്നാണ്. യാക്കോബും ഏശാവും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇളയവനെ സ്നേഹിച്ചെന്ന്. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഇളയവനെ സ്നേഹിച്ചു. യാക്കോബ് ജനിക്കുന്നതിന് മുമ്പേ അവനെ സ്നേഹിച്ചു കഴിഞ്ഞു. ഇളയവൻ ചേട്ടനാകും എന്ന് നേരത്തെ പറഞ്ഞു. എനിക്കിന്ന് അത് സംസാരിക്കാൻ നേരമില്ലാതെ പോയി. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ദൈവം റിബേക്കയോട് പറഞ്ഞു. ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ് ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. ദൈവത്തിന്റെ സ്നേഹമാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും. നമ്മുടെ കയ്യിൽ നിന്ന് വന്നതും നമ്മുടെ പ്രവൃത്തിയും വെച്ചാൽ ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല. എങ്കിലും ദൈവത്തിന് നിത്യസ്നേഹമാണ്. നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് ദൈവം ഒരാളെയും മാറ്റിക്കളയില്ല. പ്രശ്നങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ട്, വഴക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനത്തിൽ നിൽക്കാൻ കഴിയാത്ത പലതുമുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങൾ അതിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ പല തെറ്റുകളും പറ്റിപ്പോകുന്നു. എങ്കിലും അവന്റെ ദയ നമ്മെ വിട്ടു മാറില്ല. അവൻ നമ്മെ വിളിച്ചതാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ള ഒരു നിയമം പറഞ്ഞ കാലത്ത് ആരും അനുസരിച്ചില്ല. എന്നാൽ ക്രൂശിലോട്ട് നോക്കിയാൽ എല്ലാവരും കർത്താവിനെ അനുസരിക്കുക. എന്താണ്? എന്നെ ഇങ്ങനെ സ്നേഹിച്ചോ? എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് വേണ്ടി ജീവനെ തരാൻ ആരുണ്ട്? ഇതാ ഒരുവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു. ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അവൻ എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്റെ ശാപം മുഴുവനും അവൻ ചുമന്നു. അടുത്തത്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വില കൊടുത്ത് വാങ്ങി, രക്തം കൊടുത്ത്, ജീവൻ കൊടുത്ത് നമ്മെ വിലക്ക് വാങ്ങി. 14-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം ഭൂമിയിലെല്ലായിടത്തും നീ എത്തും. നിന്റെ അനുഗ്രഹം ലോകം മുഴുവൻ അറിയാം. അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. നിന്റെ പേര് വലുതാകും. അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. നിന്നെ ശപിക്കുന്നവരെ ദൈവം നോക്കിക്കോളും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ കഷ്ടകാലത്ത് ആരെങ്കിലും നിന്നെ ഒന്ന് സഹായിച്ചാൽ അവനും രക്ഷപ്പെടും. നിന്റെ ഇല്ലായ്മയിൽ നിനക്ക് എന്തെങ്കിലും ഒരു നല്ല വാക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരും രക്ഷപ്പെടും. നീ ഒരു അനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ. അതുകൊണ്ട് ദൈവമക്കൾ തമ്മിൽ അറിയണം. ദൈവം തിരഞ്ഞെടുത്തവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കളെക്കാൾ ഭയങ്കരമാണ് ഈ ഇരിക്കുന്നവർ. ഞാൻ നിങ്ങളെ ഒന്ന് സഹായിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ,
ഞാൻ നിങ്ങളെ ഒന്ന് കരുതിയാൽ, ഞാൻ നിങ്ങളുടെ കണ്ണുനീരൊന്ന് തുടച്ചാൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാനാണ്. കാരണം ഞാൻ നിങ്ങൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങളെ ഞാനൊന്ന് സഹായിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ഒരു ദൈവവേലക്കാരൻ്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം. ഈ വന്നിരിക്കുന്ന നിങ്ങളെ എത്രത്തോളം ഞാൻ ശുശ്രൂഷിക്കുന്നുവോ ഞാൻ അത്രത്തോളം ഉയർന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ കർത്താവിന് വിലപ്പെട്ടവരാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ ജോലി അതാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. എന്താണ് ആ അനുഗ്രഹം? എനിക്ക് വർദ്ധിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എത്ര പേരതിന് ആമേൻ പറയും? ബിലയാമിനോട് ബാലാക്ക് രാജാവ് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ പറഞ്ഞു. ബിലയാം ഒരു വാക്ക് പറയുന്നുണ്ട്, ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകുന്ന? എങ്ങനെയാണ് ദൈവം പ്രാകാത്തവനെ മുടിഞ്ഞ് പോകല്ലേ? അതുപോലെ നമുക്ക് പറയണ്ട. ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ദൈവം ശപിക്കാത്തവനെ സംഖ്യാപുസ്തകം 23:8 ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? അതായത് ദൈവം ഒരുത്തനെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. അവനെതിരെ മന്ത്രോ അവനെതിരെ എന്തെങ്കിലും വാക്കോ നിന്നെ കാണിച്ചു തരാടാ, നിന്നെ എടുക്കാം. ആരെടുക്കാനാണ്? എടുക്കുന്നവൻ പിറ്റേന്ന് ദിവസം ഉണ്ടോന്ന് പോലും അറിയില്ല. നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല, നിന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നീ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടേ നീ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതിനു മുമ്പ് കർത്താവും വരുന്നില്ല, നിന്നെ കൊണ്ടുപോകുന്നുമില്ല. നീ അനുഗ്രഹിക്കപ്പെടാനാണ് ദൈവം തിരഞ്ഞെടുത്തതെങ്കിൽ നീ അനുഗ്രഹം കണ്ടിട്ടേ പോകൂ. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമിയിൽ മുഴുവനും. അപ്പോൾ ആ വാക്യം വായിച്ച് തീർക്കാം. ഏതാ മോളെ? ഗലാത്യ ലേഖനം 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ, യേശുവിനെ സ്വീകരിച്ചവർക്ക്, ജാതികളായ നമുക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹത്തിലോട്ട് കാലെടുത്ത് വെച്ചു. കാരണം വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതാണെന്ന് പെന്തിക്കോസ് നാളിൽ 3000 പേര് സ്നാനപ്പെട്ടപ്പോൾ പത്രോസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്കുകളാണ് വാഗ്ദത്തം. ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാഗ്ദത്തം പരിശുദ്ധാത്മാഭിഷേകം. ആ അഭിഷേകം പ്രാപിച്ച ഒരുവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. അവനെ തൊടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയും.